ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക ജീവൻ്റെ അപ്പമായ ഈശോയെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 60 മുതൽ 69 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട് നിത്യജീവൻ്റെ വചസ്സുകളെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നു. 6-ാം അധ്യായം മുഴുവൻ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് മീൻസ് അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു ഈശോയാണ് നാം ഇവിടെ കാണുക. ഈശോ അപ്പം വർദ്ധിപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരമാകുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ച്, തൻ്റെ രക്തമാകുന്ന തിരുരക്തത്തെക്കുറിച്ചൊക്കെ ഈശോ സംസാരിക്കുകയാണ്. ഈ വചനഭാഗങ്ങളെല്ലാം ഈശോ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ 6-ാമത്തെ അധ്യായം 69-ാമത്തെ വചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യരോടൊരു കാര്യം ചോദിക്കുകയാണ്. 6-ാമത്തെ അധ്യായം 67-ാമത്തെ വചനം, യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? 6:68 വചനം, ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നുവെന്ന്. 5 അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് നാം കാണുന്നുണ്ട് ഈശോ വചനം പറയുമ്പോൾ 5000-ഓളം വരുന്ന, അതിലേറെ വരുന്ന ആളുകൾ ഈശോയുടെ ചുറ്റും നിന്നിട്ട് അത് 6-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നാം കാണുമ്പോൾ, എന്നാൽ 68-ാമത്തെ വചനത്തിൽ നാം കാണുകയാണ് 12 പേര് മാത്രം ഈശോയുടെ മുമ്പിൽ അവശേഷിക്കുന്നതായിട്ട്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈശോ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഏറ്റവും ഗഹനമായ എന്നാൽ കൂടെ ഇരിക്കുന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ച്, തൻ്റെ കൂടെ വസിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെ എല്ലാവരും ഈശോയെ ഇട്ടിട്ട് പോയി. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ലോകത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ഈശോയെ മാറ്റിക്കളയാൻ, ഈശോയെ വിട്ടുപോകാൻ നമുക്കും അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഈശോ നമ്മളോടും ചോദിക്കുകയാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടിയാണ് അന്ന് പത്രോസ് ശ്ലീഹ പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, വലിയ വേദനകളും സങ്കടങ്ങളുമായി 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ പോയിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി നീ മുട്ടുകുത്തുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരിക്കലും ലഭിക്കാത്ത വലിയ ഒരു ശാന്തി, നിത്യജീവൻ്റെ വചസ്സുകൾ കൊണ്ട് നിന്നെ ആവൃതമാക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ഈശോയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 53 മുതൽ 57 വരെയുള്ള വചനങ്ങളിൽ 55-ാമത്തെ വചനം പറയുക, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന്. കൂടെ വസിക്കാൻ ആഗ്രഹിച്ച് സ്വന്തം ശരീരവും രക്തവും നമുക്ക് തരുന്ന ഒരു ഈശോയെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. സാധാരണ മാനുഷിക പ്രതികരണം അനുസരിച്ച് യേശുവിനെ ഉപേക്ഷിച്ചു പോകുന്ന ശിഷ്യരെ നാം കാണുകയാണ്. 6-ാമത്തെ അധ്യായം 60-ാമത്തെ വചനം, ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയുമെന്ന്. ഇന്ന് നമ്മുടെ ഹൃദയം നാം അടച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഈശോയെ ഉപേക്ഷിച്ചു പോകുന്ന പാതയിലേക്ക് നമ്മളും കടന്നിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഹൃദയം കഠിനമാക്കി വെച്ച് മാംസലമല്ലാത്ത ഹൃദയത്തോടെ വചനം കേൾക്കാനിരിക്കുമ്പോൾ, നാം ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, ജപമാല അർപ്പിക്കാൻ പോകുമ്പോൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചില വീടുകളിൽ ഒരു സ്ഥലത്ത് TV വെച്ചിട്ട് മറുവശത്ത് കുറച്ച് പേര് ജപമാല ചൊല്ലുന്നു, കുറച്ച് പേര് TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ ഈശോ വിളിക്കുന്ന ആ വിളി കേൾക്കാൻ, അല്ലെങ്കിൽ ഈശോയുടെ വചനത്തിന്, ഈശോയുടെ സ്നേഹത്തിന്, ഈശോയുടെ വിശുദ്ധമായ സാന്നിധ്യത്തിന് നാം ഹൃദയം അടച്ചു വെച്ചിരിക്കുകയാണ്, ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നീ ഈശോയെ ഉപേക്ഷിച്ച് പോകുന്ന പാതയിലേക്ക് ഒരു പടി കൂടി കാലെടുത്ത് വെച്ചു എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു വലിയ അനുഭവം നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈശോ പറയുക, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനം, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന്. ഈശോയുടെ വചനങ്ങൾ നാം മാറ്റിവെച്ച് കഴിയുമ്പോൾ, ഈശോയെ മാറി ചരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആത്മാവിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ കാറ്റ് വീശുന്നില്ല എന്ന് വ്യക്തമാണ്. നമ്മുടെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ച് ചീഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക്, ആത്മാവിൽ നാം മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടുകയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയുടെ വലിയ അനുഭവം, എത്രയോ വലിയ അത്ഭുതങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ ഈശോ നമുക്ക് തരിക. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ആരാധനയായ, ഭൂമിയിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന ആ വിശുദ്ധ കുർബാന അനുഭവം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിക്കളയരുത്. നാം വിശുദ്ധ കുർബാന നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഉത്തരം തരുന്ന ഒരു വലിയ സ്ഥലമാണ് വിശുദ്ധ കുർബാന എന്നത്. ഇന്നും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകാനായിട്ട് പറഞ്ഞപ്പോൾ വലിയ ടെൻഷനും വിഷമവുമൊക്കെയായി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിയ സമയത്ത്, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈശോ വ്യക്തമായി പറയുകയാണ്, ഇന്ന് കൈയുടെ എല്ല് വളഞ്ഞിരിക്കുന്ന ഒരു കുട്ടി നിൻ്റെ അടുത്ത് വരും, നീ പ്രാർത്ഥിക്കണം, ഞാൻ സുഖപ്പെടുത്തുമെന്ന്. ആ വലിയ സ്വരം കേട്ടപ്പോൾ മനസ്സിൽ ആദിയും ഭയവുമൊക്കെ കടന്നു വന്നെങ്കിലും വിശുദ്ധ കുർബാനയിൽ അതും സമർപ്പിച്ചിട്ട് ആ ക്ലാസ് എടുക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് നിൽക്കുന്ന സമയം ഒരു കുട്ടി അടുത്തേക്ക് വരികയാണ്. പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പ്രാർത്ഥിച്ച സമയത്ത് ഈശോ ആ സമയം തന്നെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നതും ആ കൈകളെ നേരെയാക്കുന്നതും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയം എനിക്ക് തിരിച്ചറിയാൻ പറ്റി, ഈശോ വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സമർപ്പിച്ച എൻ്റെ ടെൻഷന് ഒരു ഉത്തരം അവിടെ തരികയായിരുന്നു. ആ സ്ഥലത്ത് അവിടെ ഒരു അത്ഭുതം നടന്നപ്പോൾ അവിടെ വചനം പ്രഘോഷിക്കാൻ ഈശോ എനിക്കൊരു വേദി ഒരുക്കി തന്നു. എൻ്റെ ടെൻഷനൊക്കെ മാറ്റി എന്നെ സ്വീകരിക്കാൻ അവിടെ ഒരു ജനത്തെ ഈശോ ഒരുക്കി വെച്ചത് എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലേക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ ചേർത്ത് വെക്കണം. അവിടെ നിനക്ക് ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയാനില്ല. നീ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്? യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 25-ാമത്തെ വചനത്തിൽ ഒരു കാര്യം എഴുതി വെക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശിൻ്റെ അരികിൽ അവൻ്റെ അമ്മയും യോഹന്നാനും ഉണ്ടായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ നിന്നില്ലേ? അതുപോലെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ മുമ്പിൽ കൈകൾ കുട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് അവൻ്റെ പരമബലിയിൽ ഹൃദയം അർപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. പരിശുദ്ധ അമ്മ മകൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ആ ഈശോയുടെ നൊമ്പരങ്ങൾ മുഴുവൻ അമ്മയുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ട്, ഈശോയെ ഞാൻ ഒപ്പമുണ്ട്, ഞാൻ സഹരക്ഷകയായി നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഈശോയുടെ ഒപ്പം നിന്ന് ഈശോയെ സ്നേഹിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന കാണാൻ ഈശോ നിന്നെ വിളിക്കുന്ന ഒറ്റയൊരു കാര്യത്തിനാണ്. ഈശോ നിന്നെ മുഴുവനായി സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം സ്വീകരിക്കാൻ നീ അവിടെ പോയി ഒന്ന് നിൽക്കാമോ എന്ന ഈശോ വിശുദ്ധ കുർബാനയിൽ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഈശോ അത് മുഴുവനായി നമ്മുടെ ജീവിതത്തിലേക്ക് തരും. അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മകൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ അമ്മ കേട്ടു, സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്ന്. അമ്മയോട് കുരിശിൽ നിന്ന് ഈശോ സംസാരിക്കുന്നത് വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് കേൾക്കണോ ഈശോയുടെ സ്വരം? നിനക്ക് ഈശോയെ അനുഭവിക്കണോ? ഈശോയുടെ സ്നേഹം നിനക്ക് വേണോ? നീ വിശുദ്ധ കുർബാനയിലേക്ക് പോവുക. ഈശോയുടെ സന്നിധിയിൽ വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ തരാത്തതൊന്നുമില്ല. ഒറ്റയൊരു കണ്ടീഷനുണ്ട്, നിൻ്റെ ഹൃദയത്തിൻ്റെ മുഴുവൻ സ്നേഹവും ഈശോയ്ക്ക് കൊടുത്തിട്ട് ആ വിശുദ്ധ കുർബാനയിൽ നീ പങ്കെടുക്കുക. ഈശോയെ ഉപേക്ഷിച്ചു പോയ മറ്റു ശിഷ്യരെ പോലെയല്ല, കൂടെ നിന്ന 12 പേരെ പോലെ ഈശോയുടെ കൂടെ നിൽക്കുക നീ വിശുദ്ധ കുർബാനയിൽ. അവൻ വചനം വ്യാഖ്യാനിച്ച് തരുമ്പോഴും അവൻ തൻ്റെ ശരീരം കീറിമുറിച്ച് തരുമ്പോഴും അവൻ്റെ കൂടെ നീ നിൽക്കുമ്പോൾ ഈശോ തൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് തരും. ഈശോ നമ്മളോട് പറയും, നിത്യജീവൻ്റെ വചനങ്ങൾ ഇതാ നിന്നിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ഈശോ നമ്മളോട് പറയും. ഈശോയെ കണ്ടുമുട്ടുന്ന വേദിയെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്ന് പറയുക. കണ്ണ് കണ്ടിട്ടില്ലാത്ത ആ വലിയ ദൈവിക അനുഭവം ഈശോ നമുക്ക് തരും. എത്രയോ വ്യക്തികൾ പങ്കുവെച്ചിരിക്കുന്നു വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ പറ്റിയെന്ന്. എത്രയോ വ്യക്തികൾ ഈശോയുടെ സ്വരം കേട്ടിരിക്കുന്നു. എത്രയോ വ്യക്തികൾക്ക് ഈശോ സമീപസ്ഥനായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ വിശ്വാസത്തെ ഞാൻ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റണമെങ്കിൽ ഈശോയുടെ വ്യക്തിപരമായൊരു അനുഭവം എനിക്ക് വേണം. ഈശോയുടെ വ്യക്തിപരമായ ഒരു അനുഭവം എനിക്ക് കിട്ടുക ഈ വിശുദ്ധ കുർബാനയിൽ തന്നെയാണ്. ഞാൻ എവിടെ അന്വേഷിച്ചാലും അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ വ്യക്തിപരമായ ഒരു അനുഭവം എനിക്ക് തരുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. സഭയുടെ പരമമായ ആരാധനയായി വിശുദ്ധ കുർബാനയിൽ ചങ്കുപറിച്ച് നീ പങ്കുചേരുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ നീ പങ്കുചേരുമ്പോൾ, പൂർണ്ണ മനസ്സോടെ നീ പങ്കുചേരുമ്പോൾ, പൂർണ്ണ ആത്മാവോടെ നീ പങ്കുചേരുമ്പോൾ ഈശോയുടെ വ്യക്തിപരമായൊരു അനുഭവം നിനക്ക് കിട്ടും. ആ ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിലെ സഹനങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വലിയ ദുശീലങ്ങൾ, തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നിനക്ക് വിട്ടുമാറായ ദുശീലങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ? കൊടുക്കണം വിശുദ്ധ കുർബാനയിലേക്ക്.
ആ തിരുക്കാസയിലേക്ക് ഇതെൻ്റെ ശരീരമാകുന്നു, ഇന്നെൻ്റെ രക്തമാകുന്നു ഈശോ പറയുമ്പോൾ ആ കാസയിലേക്ക് അപ്പത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ വെക്കുമ്പോൾ അവിടെ ഈശോ ഒരു പുതിയ ചിത്രം വരയ്ക്കും. അവിടെ ഈശോ നിൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തും. പ്രിയപ്പെട്ടവരെ, അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. രോഗപീഠകളിൽ, ജീവിതത്തിൻ്റെ ചില ആവശ്യങ്ങളിലൊക്കെ ഈശോ ഇടപെടുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു സഹോദരിക്ക് അമേരിക്കയ്ക്ക് വിസ കിട്ടാതെ വിഷമിച്ച് വേദനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പറയുക, അവൾക്ക് തന്നെ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക. വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ പാസ്പോർട്ടും വിസയും കൂടി ദിവ്യകാരുണ്യത്തിൻ്റെ അടിയിലിരിക്കുന്ന ഒരു ദർശനം ആ വ്യക്തിക്ക് ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. പിറ്റേന്ന് തന്നെ അവൾക്ക് ഫോൺ കോൾ വരികയാ, ഇതാ വിസ കിട്ടി, നിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി, ഇന്ന ദിവസം ടിക്കറ്റ് എടുത്ത് പൊയ്ക്കൊള്ളാൻ. അതാണ് ഈശോയുടെ സ്നേഹമെന്ന് പറയുക. ജീവിതത്തിലെ ആത്മാവിലും നിൻ്റെ ഭൗതിക മേഖലകളിലുമൊക്കെ എവിടെയൊക്കെ നിനക്ക് അനുഗ്രഹം ആവശ്യമുണ്ടോ, നീ ഈശോയെ പിരിയരുത്. ത്യാഗം ഏറ്റെടുക്കണം. അല്പം ബുദ്ധിമുട്ടാണ് അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയിലേക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് ഓടാൻ. പക്ഷേ ഈശോയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ അടുക്കലാണ് നീ പോവുക. ആ സമ്പന്നന് നിൻ്റെ കടബാധ്യതകളെ മാറ്റിക്കളയാൻ പറ്റും. ആ സമ്പന്നന് നിനക്ക് വ്യക്തിപരമായ ഒരു അനുഭവം തരാൻ പറ്റും. ആ സമ്പന്നന് നിൻ്റെ ജീവിതത്തിൻ്റെ കുരുക്കുകളെ അഴിക്കാൻ പറ്റും. അവൻ നിനക്ക് മുമ്പേ നടന്ന് നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി തകർന്ന മനസ്സുമായിട്ടാണ് നീ ഈശോയുടെ അടുത്ത് പോയിരിക്കുക. വചനം പറയുക 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന്. നീ തകർച്ചയിലാണോ, നിരാശയിലാണോ? വിശുദ്ധ കുർബാനയിൽ പോയി നീ പങ്കെടുക്കുമ്പോൾ നിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തും, നിൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തും. ജീവദായകമായ ക്രിസ്തുവിനെ നിനക്ക് കിട്ടും. അപ്പോഴാണ് നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 13 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ നാം വായിച്ചു കടന്നു പോവുകയാണ്. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവൻ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമ്യ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരത്നങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന്. വചനം 16 മത്തായി 16:16, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പത്രോസ്ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം നീ നിൻ്റെ ജീവിതത്തിൽ നടത്തുന്നത് വിശുദ്ധ കുർബാനയിലാണ്. നീ യേശുവിനെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ. സമൂഹമത്തിൽ നിന്ന് യേശുവിനെ പ്രഘോഷിക്കുകയാണ്. നീ യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുമ്പോൾ നീ യേശുവിൻ്റെ സ്വന്തമായി മാറുകയാണ്. നീ യേശുവിൻ്റെ രക്തം സ്വീകരിക്കുമ്പോൾ നീ യേശുവിൻ്റെ ജീവിതത്തോട് ഒട്ടിച്ചു ചേരുകയാണ്. യേശുവിൻ്റെ ജീവൻ നിന്നിലേക്ക് വരികയാണ്. രക്തം ഒരു വ്യക്തിയുടെ ജീവനെ പ്രദാനം ചെയ്യുന്നതാണ്. നീ ആ രക്തം സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. തകർന്നിരിക്കുന്ന നിൻ്റെ ജീവിതത്തെ, തകർന്നിരിക്കുന്ന നിൻ്റെ രോഗാവസ്ഥകളെ, രോഗപീഠകളെ ഉയർപ്പിക്കാൻ തക്ക വിധം യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും തരാൻ അവൻ ഇന്നും വിശുദ്ധ കുർബാനയിൽ കാത്തിരിക്കുകയാണ്. ഒറ്റയൊരു കാര്യം ചെയ്യണം, നിൻ്റെ സാന്നിധ്യമില്ലാതെ അത് തരുവാൻ അവന് നിനക്ക് പറ്റില്ല. നീ അവൻ്റെ അടുക്കലേക്ക് ചെല്ലണം. അടുത്തേക്ക് ചെന്ന് അവനെ അനുഭവിച്ചറിയുമ്പോൾ വലിയ ദൈവ അനുഭവം ഈശോ നമ്മുടെ ജീവിതത്തിൽ തരുമെന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ വിശുദ്ധ കുർബാന എന്ന വലിയ കൂദാശ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മരിക്കാൻ വരെ നമ്മളെ സന്നദ്ധരാകുന്ന ഒരു രഹസ്യമാണ് ഈ വിശുദ്ധ കുർബാന നമ്മൾ നിക്ഷേപിച്ചിരിക്കുക. കാരണം സ്നേഹത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സ്വർഗത്തന്നെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന, നമുക്ക് വേണ്ടി പിച്ചു ചീന്തി ഈശോയെ കൺമുമ്പിൽ കണ്ടു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അവന് വേണ്ടി മരിക്കാൻ തക്ക വിധം അവൻ ആ സമയം സന്നദ്ധനാവുകയാണ്. അവൻ പ്രതിജ്ഞയെടുക്കുകയാണ്. അനുഭവത്തോടെയുള്ള വിശുദ്ധ കുർബാന അർപ്പണം യേശുവിന് വേണ്ടി മരിക്കാൻ നിന്നെ യോഗ്യമാക്കുകയാണ്. നിൻ്റെ പാദങ്ങളെ അതിന് ബലപ്പെടുത്തുന്നതെന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ രക്തം കാസാലി തിരുരക്തത്തോട് കലരുമ്പോൾ എൻ്റെ രക്തം എന്ന് ഒരു വൈദികൻ പറയുന്നുണ്ട് എങ്കിൽ അത് വലിയ അന്വർത്ഥമാകും. പ്രിയപ്പെട്ടവരെ, എൽ സൽവദോറിലെ പാവങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും ബീജമായിരിക്കും ഞാനെന്ന് പറഞ്ഞ് ഒരു ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമോര മരണസമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് മരിച്ചതെന്നറിയോ? 1980 വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മധ്യേ
നെഞ്ചിൽ വെടിയേറ്റ് ആണ് അദ്ദേഹം വീഴുക. ആ വലിയ മനുഷ്യൻ്റെ രക്തം കാസായുടെ തിരു രക്തത്തോട് ചേർത്തപ്പോൾ എൻ്റെ രക്തമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈശോയുടെ രക്തം ശരീരമായി മാറുന്ന അതേ സമയം തന്നെ ആ രക്തത്തിലേക്ക് സ്വന്തം രക്തം കൂടി ചേർത്തപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമായി മാറുകയാണ്. യേശുവിൻ്റെ ആത്മാവും ഒരു മനുഷ്യൻ്റെ ആത്മാവും ഒന്നിച്ചു ചേർന്ന ലയനത്തിൻ്റെ അനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്ക് തരിക. ഈ ഒരു അനുഭവം, അതിൻ്റെ അന്തസത്ത, അതിൻ്റെ കാതൽ അനുഭവിക്കാൻ ഇന്ന് ഈശോ നമ്മളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിലേക്ക് എത്ര ത്യാഗം ഏറ്റെടുത്തും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ഒരു കുഞ്ഞ് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെയാണ് സമയം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. അവിടെ ചെന്നപ്പോൾ അവൻ ജോലിക്ക് പ്രവേശിച്ചിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ശാലോം TV ഓൺ ചെയ്തിട്ട് അത് കാണുകയാണ്, ലൈവായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അപ്പോൾ എന്നോട് അവൻ പറയുകയാണ്, സിസ്റ്ററെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും അരൂപിയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരനുഭവം എനിക്ക് കിട്ടുകയാണ്. സിസ്റ്റർ, വിശുദ്ധ കുർബാനയിൽ എന്നെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. എത്രയോ ഭാഗ്യവതിയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുക എന്ന്. ഇവിടെ ആയിരിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയുടെ വലിയ വില ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അവൻ പങ്കുവെക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത് നിൽക്കുന്ന ഈശോയെ കണ്ടുമുട്ടാൻ നമുക്ക് അവസരങ്ങൾ ഉള്ളപ്പോൾ അത് കണ്ടുമുട്ടാതെ ആ വാതിൽ കൊട്ടിയടച്ചിട്ട് നമ്മൾ പുറകോട്ട് പോയാൽ, പിന്നെ കൈയെത്താൻ പറ്റാത്ത വിധത്തിൽ നാം അകന്നു പോയാൽ പിന്നെ അത് കയ്യിൽ കിട്ടിയെന്ന് വരില്ല. ഈശോ നമ്മുടെ അടുത്ത് നിന്ന് ഈശോയെ അനുഭവിക്കാൻ, സ്വന്തമാക്കാൻ, അവനോട് ഒന്നിച്ചു ചേരാൻ ഇതാ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഈശോ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. രാവിലെ എഴുന്നേൽക്കണം. ഈശോയുടെ അടുക്കിലേക്ക് പോകണം. നോമ്പ് കാലത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടങ്ങാതെ ഈശോയുടെ സ്നേഹ അനുഭവത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഈശോ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. ഈശോ നമ്മളെ വിളിക്കുന്നത്, വിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ജീവിച്ചാൽ അത് മുറിയപ്പെടലിൻ്റെ മറ്റൊരു അനുഭവമായി മാറും. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെട്ട് കൊടുക്കാൻ, ഒന്ന് താണു കൊടുക്കാനായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ കുറേ കുറവുകളാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ, ഒന്ന് താന്നു കൊടുക്കാൻ, ഒന്ന് മുറിയപ്പെടാൻ ഈശോ എനിക്ക് കൃപ തരുന്ന അവസരമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുക. വിശുദ്ധ കുർബാനയിലൂടെ മുറിയപ്പെടുന്ന ഈശോയോട് എൻ്റെ ശരീരവും മനസ്സും ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയുടെ ഒപ്പം ഈ ലോക ജനതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന മക്കളുടെ പാപപരിഹാരത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒന്ന് മുറിയപ്പെട്ട് കൊടുക്കുമ്പോഴുള്ള കൃപ ഈശോ വിശുദ്ധ കുർബാനയിൽ എനിക്ക് തരുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എൻ്റെ രക്തം പാനിച്ച് നിത്യജീവനുണ്ട് എന്ന് ഈശോ ഈ 6-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ വിശുദ്ധ കുർബാന തരുന്ന മറ്റൊരു വലിയ അനുഗ്രഹമാണ് നിത്യജീവൻ എന്നുള്ളത്. നിത്യജീവൻ എന്നുള്ളത് ഈശോ നമുക്ക് തരുന്ന വലിയ അനുഗ്രഹമാണ്. ഈ വലിയ നിത്യജീവൻ നിനക്ക് തരാം എന്ന് ഈശോ പറയുമ്പോഴും ഈശോയെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയം മാംസലമാകാതിരുന്നത് കൊണ്ടാണ്. ഇന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് അവസരം കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെച്ച് അകന്നു പോകുന്നുണ്ട് എങ്കിൽ എൻ്റെ ഹൃദയം മാംസലമാകാത്തത് കൊണ്ടാണ്. കുറച്ചുകൂടി മാംസലമായൊരവസ്ഥയിലേക്ക് ഈ രഹസ്യങ്ങളിൽ നിന്ന്, ഈ വലിയ ദൈവിക രഹസ്യങ്ങളിൽ നിന്ന് ഉത്തരവാദിത്വരഹിതമായി ഓടിപ്പോകാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. എൻ്റെ ഹൃദയം മാംസലമായി മാറിയാൽ, എൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, സ്നേഹമുണ്ടെങ്കിൽ എല്ലാമുണ്ട്. സ്നേഹം, ഈശോയെ സ്നേഹിച്ചാൽ വിശുദ്ധ കുർബാന മുടക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. എത്ര ക്ഷീണമുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് ഓടിപ്പോകാനായിട്ട് നമുക്ക് പറ്റും. അതിനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തും. അല്ലെങ്കിൽ ഒരു തലവേദനയാ, ഒരു ക്ഷീണമാണ്, ഒരു പനി വരാൻ പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് പോലും വിശുദ്ധ കുർബാന മുടക്കുന്ന എത്രയോ വ്യക്തികളാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നമ്മുടെ സാന്നിധ്യം മാത്രം മതി. നീ അവിടെ ഒന്ന് ചെന്ന് കൊടുത്താൽ മതി. അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുക. നീ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ വലിയ അനുഭവം ഈശോ നിനക്ക് തരും. സംഗീതത്തിൽ 115-12 വചനം പറയുക, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന്. ഈ വിചാരമുള്ള ഈശോ വിശുദ്ധ കുർബാനയിൽ നിന്നെ വിചാരിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നീ അങ്ങോട്ടൊന്ന് ചെന്നാൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. അവൻ്റെ ജീവിതത്തിലൂടെ, അവൻ്റെ പീഡ അനുഭവത്തിലൂടെ വിശുദ്ധ കുർബാനയുടെ 1/2 മണിക്കൂർ 1 മണിക്കൂർ നീ കടന്നു പോകുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ പീഡ അനുഭവിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണോ, എവിടെയൊക്കെയാണോ നീ പരിഗണിക്കപ്പെടാതെ പോകുന്നത്, നീ അപഹാസ്യനായി പോകുന്നത്, ആ മേഖലയിലേക്ക് ഈശോ തൻ്റെ അനുഗ്രഹം ചൊരിയും.
ഈശോ തൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയും. ഈ ഒരു അനുഭവം, ഈ മുറിയപ്പെടലിൻ്റെ അനുഭവം, ഈ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവമൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഒരിക്കൽ പോലും പുറകോട്ട് പോവരുത്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി അല്ലെ വിശുദ്ധ കുർബാനയിലേക്ക് പോവുക എന്നുള്ളത്, വിശുദ്ധ കുർബാനയോട് 100% കൂറ് പുലർത്തുക എന്നുള്ളത് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഇന്ന് സാത്താൻ സഭക്കാരൊക്കെ ഒരുപാട് വിശുദ്ധ കുർബാന അവഹേളിക്കുന്ന ഒരു കാലഘട്ടം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ നിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നീ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ അടുത്തുനിന്ന് പോവുക. അത് ഈശോ വെക്കുന്നൊരു വെല്ലുവിളിയാണ്. ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ദിവസം പോലും മുടങ്ങാതെ ആരൊക്കെ വിട്ടുപേക്ഷിച്ചാലും തോറ്റു പിന്മാറിയാലും എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഈശോ എന്നെ ക്ഷണിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഏതൊക്കെ വ്യക്തികൾ ഒരു പക്ഷേ മാറിയാലും എന്നെ ഇട്ടിട്ട് പോയാലും ഒക്കെ ആ സഹനത്തിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും എൻ്റെ സഹനത്തിലുമൊക്കെ എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഈശോ എന്നെ വിളിക്കുകയാണ്. ഞാൻ നിനക്ക് കൂട്ടുണ്ട്, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, ഞാൻ നിൻ്റെ ചാരയുണ്ടെന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുന്ന ഒരു ഈശോ വിശുദ്ധ കുർബാനയിൽ വിളിക്കുന്നുണ്ട്. ആ വിശുദ്ധ കുർബാനയെ മനഃപൂർവ്വം അവഗണിക്കാതെ നീ ഈശോയുടെ അടുക്കിലേക്ക് പോകണം. എങ്ങനെയാണ് നിൻ്റെ ജീവിതം കൊണ്ടുപോകേണ്ടത്? അള്ളിപ്പിടിച്ച്, ഈശോയെ അള്ളിപ്പിടിച്ച്, യേശുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണം. അറിയാം, മിഷൻ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സും വൈദികരൊക്കെ പറയാറുണ്ട്, 2-3 ദിവസങ്ങളിലേക്ക് വില്ലേജുകളിലേക്ക് യാത്രയാകുമ്പോൾ വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ അവർ വിശുദ്ധ കുർബാന എടുത്ത് പരിഭാവന ടെപ്പിയിൽ സൂക്ഷിച്ചിട്ട് അവരിങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ച് കിലോമീറ്ററുകളും ദിവസങ്ങളും വില്ലേജിലേക്ക് യാത്ര ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് ഭയമല്ല അവരുടെ മനസ്സിലുള്ളത്, മറിച്ച് ജീവിക്കുന്ന ഈശോ ഇങ്ങനെ ഹൃദയത്തിൽ ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നോർത്ത് വലിയ ആവേശത്തോടെ സന്തോഷത്തോടെ യേശുവിനെ അള്ളിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന മിഷണറിമാരെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഉണ്ട്. എന്നിട്ട് നമ്മൾ താമസിക്കുന്ന ആലയത്തിൽ പോലും വിശുദ്ധ കുർബാന നടക്കുമ്പോൾ പോകാൻ മടി കാണിക്കുന്ന എത്രയോ പേരാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന മുടക്കരുത്. അത് നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ മാത്രമേ സമ്മാനിക്കൂ. നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് നാം വിശുദ്ധ കുർബാനയെ അളക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്കതിനെ അളക്കാൻ പറ്റില്ല. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നീ പോയി നിൽക്കുമ്പോൾ ശിശുവായി അവിടെ പോയി നിൽക്കുക. നിൻ്റെ മനസ്സിനെ ഈശോയ്ക്ക് കൊടുത്തേക്കുക. ഈശോ നിന്നോടൊപ്പം ലയിച്ചു ചേരും. ഈശോ ഹൃദയം കൈമാറുന്ന അനുഭവത്തിലേക്ക് വരും പ്രിയപ്പെട്ടവരെ. ആ ഒരു വിശുദ്ധ അനുഭവം, വലിയ ദൈവകൃപ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. പ്രഭാഷകൻ്റെ പുസ്തകം 24:20 ഒരു വചനം പറയുന്നുണ്ട്, എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരുമെന്ന്. അതെ, ഈ തേൻകട്ടയുടെ മാധുര്യം എന്നെ പുജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ലെന്ന് പറഞ്ഞ് 25-ാമത്തെ വചനം പറയുക. എത്ര പുജിച്ചാലും അവൻ്റെ വിശപ്പ് ശമിക്കുകയില്ലെന്ന്. എന്നെ സ്മരിക്കുന്ന തേൻകട്ടയേക്കാളും ആ തേൻകട്ടയേക്കാളും മാധുര്യം പകരുന്ന ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കാൻ ഈശോ വിശുദ്ധ കുർബാനയിലുണ്ട്. ഒരിക്കൽ പോലും അത് മുടക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയോട് തന്നെ പ്രാർത്ഥിക്കാം, ഈശോയെ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിൽ, നഷ്ടങ്ങളിൽ, പോരായ്മകളിൽ നിറവായി വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് കടന്നു വരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ ഒരു കൃപ ഈശോ നമുക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. നല്ല ഈശോയെ, വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മുറിയപ്പെടാൻ വേണ്ടി, അങ്ങുമായി ഒന്നായി ചേരാൻ വേണ്ടി, അങ്ങയോട് ചേർന്നിരിക്കാൻ വേണ്ടി, അങ്ങയെ കണ്ടുമുട്ടാൻ വേണ്ടി, അങ്ങയുടെ സ്വരം ശ്രവിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയിൽ അങ്ങ് എന്നും വരുന്നുണ്ട്. ഒരു ദിവസം പോലും മുടക്കം കൂടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അങ്ങയോട് ചേർന്നിരിക്കാൻ, വ്യക്തിപരമായ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ എന്നെ അനുഗ്രഹിക്കണേ ഈശോയെ. അതിനായി അവിടുത്തെ വലിയ കൃപകൾ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ മഹിമയും ആരാധനയും സ്തുതിയും മഹത്വവും അങ്ങയുടെ പരിശുദ്ധമായ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.